വെൽക്കം ഓൾ ഓഫ് യു. ഇന്നത്തെ നമ്മുടെ ക്ലാസ് അക്കൗണ്ടിങ്ങിൽ ഒരു ബിസിനസ് നടത്തുക എന്നുള്ളതാണ്. അതായത് ബിസിനസ് ആരംഭിക്കുക, സാധനം പർച്ചേസ് ചെയ്യുക, അതായത് കുറച്ച് സാധനം വാങ്ങുക, കുറച്ച് സാധനം വിൽക്കുക, വാങ്ങിയ സാധനത്തിൽ കുറച്ച് തിരിച്ചു കൊടുക്കുക, റിട്ടേൺ ചെയ്യുക, വിറ്റ സാധനത്തെ കുറച്ച് തിരിച്ച് വരിക, അതായത് സെയിൽസ് റിട്ടേൺസ്. ഇത്രയും വരെയുള്ള ഒരു ബിസിനസ് നമുക്ക് ഇന്ന് ആരംഭിക്കാം. ഒരു ബിസിനസ് ഒരു വ്യക്തി ആരംഭിക്കുമ്പോൾ പണമോ മറ്റെന്തെങ്കിലും സ്വത്തുക്കളോ ബിസിനസ്സിലോട്ട് കൊണ്ടുവരുന്നു. അപ്പോൾ അവിടെ ഒരു വ്യക്തിയുമായി ഒരു സ്ഥാപനവുമായി വ്യക്തിക്ക് ക്യാഷ് പോകുന്നു, ആ ബിസിനസ് സ്ഥാപനത്തിലോട്ട് ക്യാഷ് വരുന്നു. അവിടെ രണ്ട് വശങ്ങളായി വരുന്നു പോകുന്നു. അതാണ് നമ്മുടെ റൂള്. എവരി ഡെബിറ്റ് ഹാസ് എ കറസ്പോണ്ടിങ് ക്രെഡിറ്റ്. എല്ലാം ഡെബിറ്റും ക്രെഡിറ്റിൻ്റെയും എമൗണ്ട് അഥവാ തുക തുല്യമായിരിക്കണം, ഈക്വലായിരിക്കണം. ഒരു സാധനം ബിസിനസ്സിലോട്ട് കൊണ്ടുവന്നാലും രണ്ട് സാധനങ്ങൾ കൊണ്ടുവന്നാലും എത്ര കൊണ്ടുവന്നാലും ഡെബിറ്റും ക്രെഡിറ്റും ഈക്വലായിരിക്കണം. അപ്പുറവും ഇപ്പുറവും രണ്ട് സമമിട്ട് തുല്യമായിരിക്കണം. അതാണ് നമ്മുടെ റൂള്. ഫസ്റ്റിലെ എ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ₹1 lakh എന്ന് സങ്കല്പിക്കാം. ക്യാഷ് ബിസിനസ്സിലോട്ട് ₹1,00,000 വരുന്നു. വരുന്നതിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. അതായത് ഡെബിറ്റ് ലെഫ്റ്റ് സൈഡിലെ കോളമായിരിക്കും. പോകുന്നു, ബിസിനസ്സിലോട്ട് അത്രയും രൂപ പോകുന്നു. അത് മൂലധനമാണ്, മുതൽ മുടക്കാണ്. പോകുന്നതിനെ ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. അത് ക്യാപിറ്റൽ എന്ന പേരിൽ എ അല്ലെങ്കിൽ ആരാണോ ബിസിനസ് ആരംഭിച്ച അയാളുടെ പേരിൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് എഴുതുന്നു. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുന്നു, ക്യാപിറ്റൽ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. 1 lakh ആയിരിക്കും ലെഫ്റ്റ് സൈഡിലും കോളത്തിലും, 1 lakh തന്നെ ആയിരിക്കും റൈറ്റ് സൈഡിലെ കോളത്തിലും വരേണ്ട തുക. ഇപ്പോൾ ഡെബിറ്റ് ഈക്വൽസ് ക്രെഡിറ്റ്, അതാണ് അവിടെ തുല്യതയാണ് വരേണ്ടത്. എമൗണ്ട് തുല്യമായിരിക്കണം. അപ്പോൾ ആ ജേണൽ എൻട്രി കറക്റ്റ് ആയിരിക്കും. ഇനിയും ക്യാഷ് മാത്രമല്ല, അയാൾക്ക് ഫർണിച്ചർ കൊണ്ടുവരാനുണ്ട്, ബിൽഡിങ് കൊണ്ടുവരാനുണ്ട് എങ്കിൽ ബി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്ന് സങ്കല്പിക്കാം. Suppose B started a business with cash ₹1 lakh, furniture ₹1 lakh, building ₹1 lakh. ഓരോ ലക്ഷത്തിൻ്റെ കൊണ്ടുവരുമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ വരുന്നതിനെല്ലാം ഡെബിറ്റ് സൈഡിൽ എഴുതണം, ഡെബിറ്റ് ചെയ്യണം. അവിടെ ക്യാഷിനെ ഡെബിറ്റ് ചെയ്യണം, ഫർണിച്ചറിനെ ഡെബിറ്റ് ചെയ്യണം, ബിൽഡിങ്ങിനെ ഡെബിറ്റ് ചെയ്യണം. മൂന്നും ഓരോ ₹1,00,000 3 lakh അവിടെ ക്യാപിറ്റലായി. അതായിരിക്കും ബിയുടെ മൂലധനം. അപ്പോൾ വരുന്നതിനെല്ലാം ഡെബിറ്റ് ചെയ്യണം. ലെഫ്റ്റ് സൈഡിലെ എമൗണ്ട് കോളത്തിൽ ക്യാഷ് 1 lakh, ഡെറ്റർ ഫർണിച്ചർ ഡെറ്റർ 1 lakh, ബിൽഡിംഗ് ഡെറ്റർ 1 lakh. ടോട്ടൽ ക്രെഡിറ്റ് സൈഡിൽ ക്യാപിറ്റലിലെ ₹3 lakh വരണം. ഡെബിറ്റ് ഈക്വൽസ് ക്രെഡിറ്റ്സ്. അപ്പോൾ ആ ജേണൽ എൻട്രി കറക്റ്റായി. അപ്പോൾ ബിസിനസ് ആരംഭിച്ചു, ആദ്യമേ ക്യാഷ് മാത്രം കൊണ്ടുവന്നു, അതൊരു സിമ്പിൾ ജേണൽ എൻട്രി. അതിനുശേഷം ഒരു കോമ്പൗണ്ട് എൻട്രി, ഒന്നിൽ കൂടുതൽ ഡെബിറ്റിലോ ക്രെഡിറ്റിലോ എൻട്രികൾ വന്നാൽ അതിനെ കോമ്പൗണ്ട് എൻട്രി എന്നാണ് പറയുന്നത്. അപ്പോൾ ഡെബിറ്റിൽ 3 ഐറ്റം വന്നു, അത് ഒന്നിൽ കൂടുതൽ വന്നാൽ അതിനെയാണ് കോമ്പൗണ്ട് എൻട്രി എന്ന് പറയുന്നത്. എല്ലാം കൂടെ കൂട്ടുന്ന ടോട്ടൽ തന്നെ ഡെബിറ്റിലും ക്രെഡിറ്റിലും സെയിം എമൗണ്ട് വരാവുള്ളൂ. അപ്പോൾ ബിസിനസ് ആരംഭിക്കാൻ ബിൽഡിങ്ങായി, ഫർണിച്ചറായി, ക്യാഷായി.
ഇനി നമുക്ക് എന്ത് വേണം? വിൽക്കണമെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ നമ്മൾ വാങ്ങിയേ കൂടൂ. വാങ്ങിയെങ്കിൽ മാത്രമേ നമുക്ക് വിൽക്കുവാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങളെ വാങ്ങാമെന്ന് സങ്കല്പിക്കാം. ക്യാഷിനാണ് ആദ്യമേ വാങ്ങുന്നത്. പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ₹50,000 ഓർ ക്യാഷ് പർച്ചേസ് ₹50,000 എന്ന് സപ്പോസ് ചെയ്യുക. ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ, ഗുഡ്സ് വാങ്ങുമ്പോൾ അതിൻ്റെ പേര് പർച്ചേസാണ്. അവിടെ നമുക്കൊരു എക്സ്പെൻസാണ്, ഡെബിറ്റ് ഓൾ എക്സ്പെൻസ് എന്നാണ്, അല്ലെങ്കിൽ ഡെബിറ്റ് വാട്ട് കംസ് ഇൻ എന്നാണ്. എന്താണെങ്കിലും വരുന്നതിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ഗുഡ്സ് വാങ്ങിയാൽ അത് പർച്ചേസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് കൊണ്ട് പർച്ചേസിനെ അവിടെ ഡെബിറ്റ് ചെയ്യണം. അതേസമയം അസറ്റാണ് വാങ്ങുന്നതെങ്കിൽ ഒരിക്കലും നമ്മൾ പർച്ചേസിനെ ഡെബിറ്റ് ചെയ്യത്തില്ല. അസറ്റാണ് വാങ്ങുന്നതെങ്കിൽ ആ അസറ്റിൻ്റെ പേരെഴുതി ഡെബിറ്റ് ചെയ്യുക ചെയ്യുന്നത്. ഗുഡ്സാണ് വാങ്ങുന്നതെങ്കിൽ മാത്രം നമ്മളതിനെ പർച്ചേസായിട്ട് ട്രീറ്റ് ചെയ്യുന്നു, പർച്ചേസ് എന്നും പറഞ്ഞ് ഡെബിറ്റ് ചെയ്യുന്നു. ക്യാഷ് പോകുന്നു, ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ടായി. പർച്ചേസ് ഏത് ഗ്രൂപ്പിൽ വരുന്നു? അണ്ടർ പർച്ചേസ് എന്നുള്ള ടാലി ചെയ്യുമ്പോൾ അണ്ടർ പർച്ചേസ് വരുന്നു. ഇപ്പം തന്നെ അത് പഠിച്ചു പോകണം. ക്യാഷ് അസറ്റാണ്, ക്യാഷിൻ്റെ അക്കൗണ്ടിൽ തന്നെ എഴുതുന്നു. അണ്ടർ ദി ഗ്രൂപ്പ് ടാലി ചെയ്യുമ്പോൾ നമ്മൾ എഴുതുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും വേണം. അപ്പോൾ ക്യാഷിന് നമ്മൾ പർച്ചേസ് ചെയ്തു. ഇനി നമുക്ക് കടത്തിന് പർച്ചേസ് ചെയ്യണമെന്ന് വിചാരിക്കുക. ക്യാഷിന് മാത്രമല്ല, ഒരു ബിസിനസ് നടത്തുമ്പോൾ കടത്തിനും സാധനങ്ങൾ വാങ്ങും. കുറച്ച് സാധനം കടം വാങ്ങാം. എ പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ₹50,000. കടത്തിന് സാധനം 50,000 വാങ്ങി. കടത്തിന് വാങ്ങുമ്പോൾ ആരാണോ കൊടുക്കുന്നത് ആ കൊടുക്കുന്ന ആളിനെ ക്രെഡിറ്റ് ചെയ്യണം. ക്രെഡിറ്റ് ഇത് ഗിവർന്നാണ്. എപ്പോൾ വാങ്ങിയാലും, സാധനങ്ങൾ ക്യാഷിന് വാങ്ങിയാലും ക്രെഡിറ്റിന് വാങ്ങിയാലും പർച്ചേസിനെയാണ് അവിടെ ഡെബിറ്റ് ചെയ്യേണ്ടത്. എപ്പോൾ പർച്ചേസ് കണ്ടാലും പർച്ചേസ് ചെയ്തു എന്ന് പറഞ്ഞാൽ, എപ്പോഴും സാധനം പർച്ചേസ് ചെയ്തു എന്ന് പറഞ്ഞാൽ അവിടെ വന്നു, സാധനം വന്നു. ഗുഡ്സ് വാങ്ങുമ്പോൾ പർച്ചേസിനെ ഡെബിറ്റ് ചെയ്തു വേണം. എപ്പോഴും അത് ഓർമ്മയിൽ വേണം. ആരാണ് അവിടെ വിറ്റത്, ആർക്കാ പോയത്? എ ആണ് അവിടെ വിറ്റത്. എ ഇസ് ദി ഗിവർ. സോ എയുടെ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ക്രെഡിറ്റിന് വന്നാൽ ഒരു വ്യക്തിയുടെ പേര് വരും. ക്യാഷിന് വാങ്ങുന്ന സാധനത്തിൻ്റെ കൂടെ ഒരു വ്യക്തിയുടെ പേരുണ്ടെങ്കിൽ ക്യാഷ് പ്രത്യേകം അവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ക്യാഷ് പർച്ചേസാണ്. സാധനം വാങ്ങി ഒരാളുടെ പേര് പറഞ്ഞിട്ട് ക്യാഷ് എന്നവിടെ പറഞ്ഞിട്ടില്ലെങ്കിൽ അത് കടത്തിന്, അതായത് ക്രെഡിറ്റിന് വാങ്ങുന്ന പർച്ചേസാണ്. അഥവാ പർച്ചേസിന് പകരം ബോട്ട് എന്നായിരിക്കും, BOUGHT. ബോട്ട് ഗുഡ്സ് ഫോർ ക്യാഷ് എന്നോ അല്ലെ ഓൺ ക്രെഡിറ്റ് എന്നോ. ഓൺ ക്രെഡിറ്റ് പറഞ്ഞാൽ ഒരാളുടെ പേര് അവിടെ ഉണ്ടായിരിക്കും. ഒരാളുടെ പേരിൻ്റെ കൂടെ ക്യാഷ് എന്ന് പറഞ്ഞാൽ അത് ക്യാഷ് പർച്ചേസ് ആയിരിക്കും. ഒരാളുടെ പേര് പറഞ്ഞിട്ട് അയാളുടെ അവിടെ ക്യാഷ് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ക്രെഡിറ്റ് പർച്ചേസ് ആയിരിക്കുമെന്നുള്ളത് ഉറപ്പാക്കണം. അപ്പോൾ കടത്തിന് സാധനങ്ങളെ വാങ്ങിയാൽ, എപ്പോൾ സാധനങ്ങൾ ക്യാഷിനോ കടത്തിനോ വാങ്ങിയാലും അത് പർച്ചേസ് എന്നുള്ള ഹെഡിൽ ഡെബിറ്റ് ചെയ്യുക മാത്രം ചെയ്യണമെന്ന് ഓർമ്മയിലിരിക്കണം. അവിടെ ക്യാഷാണ് പോകുന്നത്, ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യുക. ഒരു വ്യക്തിക്കാണ് പോകുന്നതെങ്കിൽ ആ വ്യക്തിയെ ക്രെഡിറ്റ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ ക്രെഡിറ്റ് പർച്ചേസ് എന്ന് പറഞ്ഞു. പക്ഷേ ഒരു കാര്യം ഓർക്കണം, പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് എന്ന് പറഞ്ഞാൽ ക്യാഷ് പർച്ചേസാണ്. പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം രാമു ഫോർ ക്യാഷ് എന്ന് പറഞ്ഞാലും ക്യാഷ് പർച്ചേസാണ്. പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ഫ്രം രാമു എന്ന് പറഞ്ഞാൽ അത് ക്രെഡിറ്റാണ്. ക്യാഷ് എന്ന് പറഞ്ഞിട്ടുള്ള ട്രാൻസാക്ഷൻ എപ്പോഴും ക്യാഷ് ആയിരിക്കും. വ്യക്തിയുടെ പേര് പറഞ്ഞിട്ട് ക്യാഷ് എന്ന് പറഞ്ഞാലും ക്യാഷ് ട്രാൻസാക്ഷൻ ആയിരിക്കും. പേര് പറഞ്ഞിട്ട് ക്യാഷ് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ഉറപ്പായും ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആയിരിക്കും.
അപ്പോൾ ക്യാഷ് ട്രാൻസാക്ഷൻ പഠിച്ചു, ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ പഠിച്ചു. ഇനി കോമ്പൗണ്ട് എൻട്രി വരുന്ന ട്രാൻസാക്ഷനാണ് പറയുന്നത്. ഒന്നിൽ കൂടുതൽ എൻട്രി ഡെബിറ്റിലോ ക്രെഡിറ്റിലോ വന്നു കഴിഞ്ഞാൽ അതാണ് കോമ്പൗണ്ട് എൻട്രി. പർച്ചേസ് ചെയ്യുന്നത് 2 വ്യക്തിയോടാ കടത്തിന് സാധനങ്ങൾ വാങ്ങുന്നതെങ്കിൽ ഗുഡ്സ് പർച്ചേസ്ഡ് ഫ്രം എക്സ് റുപ്പീസ് 50,000 ആൻഡ് വൈ റുപ്പീസ് 50,000 ഓൺ ക്രെഡിറ്റ്. അപ്പോൾ അവിടെ ക്യാഷ് എന്ന് പറഞ്ഞിട്ടില്ല, കടത്തിനാണ് വാങ്ങുന്നതെങ്കിൽ ക്യാഷ് എന്ന ട്രാൻസാക്ഷൻ്റെ കൂടെ പറഞ്ഞിട്ടില്ലെങ്കിൽ അത് കടത്തിന് തന്നെ. എപ്പോൾ പർച്ചേസ് ചെയ്താലും പർച്ചേസിനെ ഡെബിറ്റ് ചെയ്യണം, അതിന് യാതൊരു വ്യത്യാസവുമില്ല. അത് എക്സ്പെൻസാണ്, അല്ലെ വാട്ട് കംസ് ഇൻ ആണ്. ഗുഡ്സ് പർച്ചേസ് ചെയ്താൽ, ഗുഡ്സ് വാങ്ങിയാൽ അത് പർച്ചേസാണ്, അതുകൊണ്ട് ഡെബിറ്റ് ചെയ്യണമെന്ന് നമ്മൾ ക്ലിയറായി മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ആരോടൊക്കെ വാങ്ങി? 2 പേരോട് വാങ്ങി. എക്സിനോട് വാങ്ങി, എക്സിന് പോയതുകൊണ്ട് എക്സിൻ്റെ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം. വൈയോട് വാങ്ങിയാൽ വൈയുടെ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ അവിടെ ക്രെഡിറ്റിൽ 2 ട്രാൻസാക്ഷനായി. എക്സിൻ്റെ 50,000 രൂപ, വൈഡയിൽ നിന്ന് 50,000. അപ്പോൾ ക്രെഡിറ്റിൽ 1,00,000 രൂപയെ, ആ 1,00,000 രൂപ തന്നെ ഡെബിറ്റിലും വരണം. ഡെബിറ്റ് ഈക്വൽസ് ക്രെഡിറ്റ് ആയിരിക്കണം, ഉറപ്പായും ഡെബിറ്റ് ഈക്വൽസ് ക്രെഡിറ്റ്. അത് ഫിക്സ് ചെയ്ത് വെച്ചോളൂ, ക്വിക്ക് ഫിക്സ് ഇട്ട് ഉറപ്പിച്ച് വെച്ചേക്കുക, അതിന് യാതൊരു വ്യത്യാസവുമില്ല. അപ്പം ഡെബിറ്റിൽ 2 എണ്ണം വന്നാലും ക്രെഡിറ്റിൽ 2 എൻട്രി വന്നാലും കൂട്ടി ഡെബിറ്റും ക്രെഡിറ്റും ലെഫ്റ്റും റൈറ്റും ഒരേ സെയിം എമൗണ്ട് അങ്ങ് എഴുതിക്കോളൂ, ഒന്നുമില്ല, സിമ്പിളാണ്. അപ്പോൾ നമ്മളെ ബിസിനസ് ആരംഭിച്ചു, ക്യാഷിന് വിറ്റു, കടത്തിന് വിറ്റു, ഒന്നിൽ കൂടുതൽ പേർക്ക് വിറ്റു, ഒന്നിൽ കൂടുതൽ ആൾക്കാരോട് വാങ്ങി, ഇങ്ങനെ സങ്കല്പിക്കുക, ബിസിനസ് നടത്തുക. ഇനി നമുക്ക് പർച്ചേസ് ചെയ്ത സാധനത്തിന് എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് ഉണ്ടായി അത് നമുക്ക് തിരിച്ചു കൊടുക്കണമെന്ന് വിചാരിച്ചാൽ തിരിച്ചു കൊടുക്കാം. പർച്ചേസ് ചെയ്തത് തിരിച്ച് പോവുകയാണ്, ഔട്ടിലോട്ട് പോവുകയാണ്, വെളിയിലോട്ട് പോകുക. അതുകൊണ്ട് പർച്ചേസ് റിട്ടേൺസിൻ്റെ പേര് റിട്ടേൺസ് ഔട്ട് വേസ് എന്നാണ്. അത് വെളിയിലോട്ട് പോവുകയായതുകൊണ്ടാണ് ഔട്ട് വേസ്, ഔട്ടിലോട്ട് പോകുന്നു. പോയതിനെ ക്രെഡിറ്റ് ചെയ്യണം. ആർക്കാണോ പോയത്? റിട്ടേൺഡ് ഗുഡ്സ് ടു രാമു എന്ന് പറഞ്ഞാൽ രാമുവിനാണ് അവിടെ റിട്ടേൺ ചെയ്തത്. രാമു ഈസ് ദ റിസീവർ. രാമുവിന് കിട്ടിയതുകൊണ്ട് കിട്ടുന്ന ആളിനെ ഡെബിറ്റ് ചെയ്യണം. രാമൂസ് അക്കൗണ്ടിനെ ഡെബിറ്റിൽ 5,000 രൂപയുടെ സാധനം തിരിച്ചു വിട്ടാൽ ആ 5,000 രൂപ ഡെബിറ്റ് സൈഡിൽ എഴുതണം. അവിടുത്തെ റിട്ടേൺ എന്ന് പറഞ്ഞാൽ തിരിച്ചു വിടുന്നതാണ്, തിരിച്ചു വിടുന്ന ഔട്ടിലോട്ടാണല്ലോ, അതുകൊണ്ട് റിട്ടേൺസ് ഔട്ട് വേഴ്സ് ഓർ പർച്ചേസ് റിട്ടേൺസ് അത് ക്രെഡിറ്റിൽ എഴുതണം. അപ്പോൾ ഡെബിറ്റിലും 5,000 ക്രെഡിറ്റിലും 2 സൈഡും ഈക്വലാകണം. ലെഫ്റ്റും റൈറ്റും എപ്പോഴും ജേണൽ എൻട്രിയുടെ ഈക്വൽ ആയിക്കൊണ്ടേ ഇരിക്കണം. അതാണ് അവിടെ തുല്യതയാണ് വേണ്ടത്. ഈക്വൽ എന്ന് പറഞ്ഞാൽ തുല്യം വരണം. അതുപോലെ വിറ്റ സാധനം നമുക്ക് തിരിച്ച് കിട്ടും, എന്തെങ്കിലും ഡാമേജസ് ആയിട്ടോ ഒക്കെ കിട്ടും. അപ്പോൾ തിരിച്ച് കിട്ടുമ്പം വിറ്റ സാധനം തിരിച്ച് കിട്ടുമ്പോൾ അതവിടെ വരുവാണ് ചെയ്യുന്നത്. വരുന്നത് റിട്ടേൺ, വരുന്ന റിട്ടേൺസ് ഇൻവേഴ്സ് എന്ന് പറയുന്നു. അപ്പോൾ സെയിൽസ് റിട്ടേൺസിൻ്റെ വേറൊരു പേര് റിട്ടേൺസ് ഇൻവേഴ്സ് എന്നാണ്. അത് വരുവായതുകൊണ്ട് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ആയതുകൊണ്ട് റിട്ടേൺസ് ഇൻവേഴ്സിനെ ഡെബിറ്റ് ചെയ്യുന്നു. പിന്നെ വന്നതിനെ ഡെബിറ്റ്. ആരാണോ തിരിച്ചു വിട്ടത്, തിരിച്ചു വിട്ട വ്യക്തി അയാൾക്ക് പോയതുകൊണ്ട് ആ വ്യക്തി എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. പക്ഷേ വന്ന എമൗണ്ട് തന്നെ ആയിരിക്കണം. വന്നതും പോയതും, ഡെബിറ്റും ക്രെഡിറ്റും, വന്നതും പോയതും എപ്പോഴും ഈക്വൽ ആയിരിക്കണം, തുല്യമായിരിക്കണം. തുല്യതയാണ് ജേണൽ എൻട്രിയുടെ പ്രത്യേകത. ജേണൽ എൻട്രിയുടെ പ്രത്യേക സവിശേഷത എന്ന് പറഞ്ഞാൽ ഡെബിറ്റും ക്രെഡിറ്റും തുല്യതയാണ്, തുല്യ എമൗണ്ട് ആയിരിക്കണം എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അത് കൃത്യമായും മനസ്സിലാക്കിയിരിക്കണം. ജേണൽ എൻട്രി എഴുതുമ്പോൾ ജേണൽ എൻട്രിയുടെ ലെഫ്റ്റ് വശവും റൈറ്റ് സൈഡും എമൗണ്ടുകളും തുല്യമായിരിക്കണം, ഈക്വലായിരിക്കണം. ഈക്വലൈസേഷനാണ്, തുല്യതയാണ് അവിടുത്തെ പ്രത്യേകത. അപ്പോൾ നമ്മൾ ബിസിനസ് അക്കൗണ്ടിങ്ങിൽ ഒരു ബിസിനസ് ആരംഭിച്ചു. ഒരു സാധനം കൊണ്ടുവന്ന് തുടങ്ങി, 2 സാധനങ്ങൾ കൊണ്ടുവന്ന് തുടങ്ങി, സാധനങ്ങൾ പർച്ചേസ് ചെയ്തു. ഒരാളിൽ നിന്ന് പർച്ചേസ് ചെയ്തു, 2 പേരിൽ നിന്ന് പർച്ചേസ് ചെയ്തു. വിറ്റത് ഒരാൾക്ക് ക്യാഷിന് വിറ്റു, ക്രെഡിറ്റിന് വിറ്റു, ക്യാഷിന് പർച്ചേസ് ചെയ്തു, ക്രെഡിറ്റിന് പർച്ചേസ് ചെയ്തു. പർച്ചേസ് ചെയ്ത സാധനം നമ്മൾ തിരിച്ചു വിടുന്നു, സെയിൽ നടത്തിയ സാധനം നമ്മൾ തിരിച്ചു വിടുന്നു. ഇത്രയും ഒരു ബിസിനസ്സിൽ നമ്മൾ ഇന്നത്തെ അക്കൗണ്ടിങ്ങിൽ ഇത്രയും ഒരു ബിസിനസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ബിസിനസ് ആരംഭിച്ചു, സാധനം പർച്ചേസ് ചെയ്തു, സാധനം വിറ്റു, വിറ്റ സാധനം തിരിച്ചു വന്നു, വാങ്ങിയ സാധനം തിരിച്ചു കൊടുത്തു. ഇനി ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പർച്ചേസ് ചെയ്തത് ആരോടാ? പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം എ എന്ന് നമ്മൾ പറഞ്ഞാൽ എയിൽ നിന്ന് വാങ്ങിയെന്നാണ് അർത്ഥം.
എ ഒരു സപ്ലയറാണ്. എ ആരാണ്? സപ്ലയർ. എ ഒരു സപ്ലയറാണ്. ക്രെഡിറ്റർ അല്ലെങ്കിൽ സപ്ലയറുടെ പേര് സെല്ലർ, വിറ്റാളെ. സപ്ലയറാണ്, സെല്ലറാണ്, അയാളെയാണ് ക്രെഡിറ്റർ എന്ന് പറയുന്നത്. സപ്ലൈ ചെയ്യുന്ന ആളെ, വിൽക്കുന്ന ആളെ. വാങ്ങുക എന്ന് പറഞ്ഞാൽ ആരാണ്? കസ്റ്റമറാണ് വാങ്ങുന്നത്. കസ്റ്റമർ ആയിരിക്കും ഡെപ്റ്റർ. കടത്തിന് വാങ്ങുന്ന ആളാണ് കസ്റ്റമർ, അയാളായിരിക്കും ഡെപ്റ്റർ. അപ്പം വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നു. കടത്തിന് ഞാൻ പറഞ്ഞു. കുറച്ച് സാധനം കടം വാങ്ങുന്നു. എയുടെ കയ്യിൽ നിന്നും വാങ്ങുന്നു, ബിയുടെ കയ്യിൽ നിന്നും സാധനം കടം വാങ്ങുന്നു. അപ്പോൾ ആ വാങ്ങുമ്പോൾ നമ്മൾ കൊടുക്കാനുള്ളത് എയുടെ കയ്യിൽ നിന്നും വാങ്ങി ബിയുടെ കയ്യിൽ നിന്നും വാങ്ങിയെങ്കിൽ എയ്ക്കും ബിക്കും കൊടുക്കാനുള്ള പണം എല്ലാം കൂടെ കൂട്ടിയെടുക്കുന്ന ആ കൊടുക്കാനുള്ളതാണ് നമ്മുടെ ക്രെഡിറ്റേഴ്സ്, ബാധ്യത. അതിനെയാണ് ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. എയ്ക്കും 5000 രൂപ കൊടുക്കാനുണ്ട്, ബിക്കും 5000 രൂപ കൊടുക്കാനുണ്ടെങ്കിൽ കൊടുക്കാനുള്ളത് നമ്മുടെ ബാധ്യത. അതിനെ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നു. അപ്പോൾ കടം വാങ്ങുമ്പോഴാണ് ഈ ക്രെഡിറ്റേഴ്സ് ഉണ്ടാകുന്നത്. അതുപോലെ വിറ്റ് കഴിയുമ്പോൾ കിട്ടാനുള്ളതാണ്. നമ്മൾ കടത്തിന് വിറ്റു കുറച്ച് സാധനം, നമുക്കത് കിട്ടാനുള്ളത് നമുക്ക് അസറ്റാണ്, സൺട്രി ഡെപ്റ്റേഴ്സ്. കിട്ടാനുള്ളതിനെ അസറ്റെന്നും കൊടുക്കാനുള്ളതിനെ ലയബിലിറ്റി എന്നും പറയുന്നു. കൊടുക്കാനുള്ളത് ക്രെഡിറ്റേഴ്സ് ഓർ സൺട്രി ക്രെഡിറ്റേഴ്സ്, കിട്ടാനുള്ളത് ഡെപ്റ്റേഴ്സ് ഓർ സൺട്രി ഡെപ്റ്റേഴ്സ്. സൺട്രി ക്രെഡിറ്റേഴ്സിൻ്റെ ഗ്രൂപ്പ്, അതായത് ടാലി ചെയ്യുമ്പോൾ അണ്ടറിൽ വരുന്നത് സൺട്രി ക്രെഡിറ്റേഴ്സ് തന്നെ. സൺട്രി ഡെപ്റ്റേഴ്സിൻ്റെ അണ്ടറിൽ വരുന്ന, അതായത് ഗ്രൂപ്പിൽ വരുന്ന സൺട്രി ഡെപ്റ്റേഴ്സ് തന്നെ. ഡെപ്റ്റേഴ്സിന് സൺട്രി ഡെപ്റ്റേഴ്സ് എന്ന് പറയും, ക്രെഡിറ്റേഴ്സിന് സൺട്രി ക്രെഡിറ്റേഴ്സ് എന്നും പറയും. അപ്പോൾ സൺട്രി ഡെപ്റ്റേഴ്സായി, സൺട്രി ക്രെഡിറ്റേഴ്സായി. സാധനങ്ങൾ കടത്തിന് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ എക്സിൽ നിന്ന് സാധനം പർച്ചേസ് ചെയ്തു. അപ്പോൾ നമുക്ക് തന്ന ആൾ സപ്ലയറാണ്. അവിടെ നമുക്ക് തന്ന ആളാണ് അവിടുത്തെ സപ്ലയർ. കൊടുക്കുന്ന ആളാരാണ്? നമ്മൾ വാങ്ങുന്ന ആളാണ് കസ്റ്റമർ. വാങ്ങുന്ന ആളാണ് എപ്പോഴും കസ്റ്റമർ, അയാളാണ് കൊടുക്കാനുള്ളത്. വാങ്ങുന്നവരുടെ കണക്കെല്ലാം കൂട്ടിയെടുക്കും. കടത്തിന് വാങ്ങുന്നവരുടെ പൈസ എല്ലാം കൂടെ കൂട്ടിയെടുക്കുമ്പോൾ അത് ടോട്ടൽ ക്രെഡിറ്റേഴ്സായി. കിട്ടാനുള്ളവരുടെ കയ്യിൽ നിന്നും കിട്ടാനുള്ള തുക എല്ലാം കൂടെ ടോട്ടലായി കൂട്ടിയെടുക്കുമ്പോൾ അത് ഡെപ്റ്റേഴ്സായി. അപ്പോൾ കടം വിൽക്കുമ്പോൾ നമുക്ക് കിട്ടാനുള്ളതാണ്, കടം വാങ്ങുമ്പോൾ നമ്മൾ കൊടുക്കാനുള്ളതാണ്. കടം വാങ്ങുമ്പോൾ സൺട്രി ക്രെഡിറ്റേഴ്സും കടത്തിന് വിൽക്കുമ്പോൾ സൺട്രി ഡെപ്റ്റേഴ്സും. അപ്പോൾ സൺട്രി ക്രെഡിറ്റേഴ്സ് എന്താണ്? ബാധ്യത. നമ്മൾ കടത്തിന് വാങ്ങി കൊടുക്കാനുള്ളത്. സൺട്രി ഡെപ്റ്റേഴ്സ് എന്താണ്? നമ്മളെ ഒരു കസ്റ്റമർ കുറച്ച് സാധനം കടത്തിന് വിറ്റെങ്കിൽ അയാൾക്ക് തിരിച്ച് കിട്ടും. അത് പലർക്ക് വിൽക്കും, പലരുടെ കയ്യിൽ നിന്നും പൈസ തിരിച്ച് കിട്ടും. ആ പണം തിരിച്ച് കിട്ടുന്നതായതുകൊണ്ട് സൺട്രി ഡെപ്റ്റേഴ്സ് അയാൾക്കൊരു സ്വത്താണ്, ഒരു അസറ്റാണ്. അത് ടാലി ചെയ്യുമ്പോൾ അണ്ടർ ദി ഗ്രൂപ്പിൽ സൺട്രി ഡെപ്റ്റേഴ്സിൽ തന്നെ പോകും. അപ്പോൾ ഈ പർച്ചേസ് പഠിക്കുകയും സെയിൽസ് പഠിക്കുകയും ചെയ്യുമ്പോൾ തന്നെ സൺട്രി ക്രെഡിറ്റേഴ്സ് എന്തോ, സൺട്രി ഡെപ്റ്റേഴ്സ് എന്തോ, സൺട്രി ക്രെഡിറ്റേഴ്സ് ഏത് ഹെഡിൽ വരുന്നു, സൺട്രി ഡെപ്റ്റേഴ്സ് ഏത് ഹെഡിൽ വരുന്നു എന്നും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ബിസിനസ് ആരംഭിച്ചു. കുറച്ച് സാധനം വാങ്ങി, കുറച്ച് സാധനം വിറ്റു, കുറച്ച് സാധനം പർച്ചേസ് ചെയ്ത് റിട്ടേൺ ചെയ്തു, സെയിൽ നടത്തിയത് റിട്ടേൺ ചെയ്തു. കടക്കാരൊക്കെയാണ്, ബാധ്യത ആർക്കാണ്? അസറ്റ്, സ്വത്തെന്ന് പറഞ്ഞാൽ സൺട്രി ഡെപ്റ്റേഴ്സ് അസറ്റാന്ന് പഠിച്ചു. എന്തുകൊണ്ടാണ് കിട്ടാനുള്ളത് കൂട്ടിയെടുക്കുന്നതാണ് സൺട്രി ഡെപ്റ്റേഴ്സ് എന്ന് പഠിച്ചു. കൊടുക്കാനുള്ളത് കൂട്ടിയെടുക്കുന്നതാണ് സൺട്രി ക്രെഡിറ്റേഴ്സ് എന്നും പഠിച്ചു. ഇത്രയും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. അടുത്ത ദിവസം അപ്പോൾ ഇത്രയും പർച്ചേസായി, സെയിൽസായി. ടോട്ടൽ പർച്ചേസും ആ പർച്ചേസുമായി അനുബന്ധമായ എക്സ്പെൻസുകൾ ഞാൻ എൻ്റെ കഴിഞ്ഞ ക്ലാസ്സിൽ ഇട്ടിട്ടുണ്ട്. അതെല്ലാം കൂടെ ടോട്ടൽ ചെയ്ത് ടോട്ടൽ സെയിൽസ് ക്രെഡിറ്റിലും ക്ലോസിങ്. വിൽക്കാതിരിക്കുന്ന സ്റ്റോക്കുകളുണ്ട്. സാധനങ്ങൾ വാങ്ങി നമുക്ക് വിൽക്കാതെ 10,000 രൂപയുടെ സാധനം വാങ്ങി 5,000 രൂപയുടെ സാധനം വിറ്റു. ബാക്കി 5,000 രൂപയുടെ സാധനം നമുക്ക് സ്റ്റോക്ക് ഇരിക്കുക, അത് അടുത്ത വർഷത്തേന് മാറ്റി വെക്കും.
അപ്പോൾ ഈ വർഷം അവസാനം വരുന്ന സ്റ്റോക്കാണ് ക്ലോസിങ് സ്റ്റോക്ക്. ഈ വർഷം അവസാനം, അതായത് മാർച്ച് 31 നമ്മുടെ കണക്ക് ക്ലോസ് ചെയ്യുമ്പോൾ ഇരിക്കുന്ന സ്റ്റോക്ക് ക്ലോസിങ് സ്റ്റോക്കും, നെക്സ്റ്റ് ഇയറിൽ ഓപ്പണിങ്ങിലോട്ട് അത് വരുമ്പോൾ അടുത്ത വർഷത്തെ ഓപ്പണിംഗ് സ്റ്റോക്കുമായി. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മളൊരു അക്കൗണ്ട് വരച്ചു മൊത്ത ലാഭം കാണാൻ വേണ്ടി ആദ്യമേ ലെഫ്റ്റ് സൈഡ് ഡെബിറ്റ് സൈഡിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് എഴുതും, ക്രെഡിറ്റ് സൈഡിലായിരിക്കും ക്ലോസിങ് സ്റ്റോക്ക് എഴുതുന്നത്. ഓപ്പണിംഗ് സ്റ്റോക്കും പർച്ചേസും ഡെബിറ്റ് സൈഡിൽ എഴുതുന്നു, ക്രെഡിറ്റ് സൈഡിൽ സെയിൽസും ക്ലോസിങ് സ്റ്റോക്കും എഴുതി അതിൻ്റെ എക്സ്പെൻസുകളും എഴുതി കഴിയുമ്പോൾ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ്, അതായത് മൊത്തത്തിലുള്ള ലാഭം കിട്ടുക ചെയ്യുന്നു. മൊത്തത്തിലുള്ള ലാഭം, അതായത് വിറ്റു വാങ്ങി അതിനുണ്ടാകുന്ന ചിലവുകളും എല്ലാം റിട്ടേണും എല്ലാം കുറച്ച് കഴിഞ്ഞ് കിട്ടുന്ന ലാഭത്തെയാണ് ഗ്രോസ് പ്രോഫിറ്റ്, മൊത്തത്തിലുള്ള ലാഭം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് അക്കൗണ്ടൻസിയിൽ ഒരു ബിസിനസ് ആരംഭിച്ചു, സാധനം മേടിച്ചു, സാധനം വിറ്റു, സാധനം റിട്ടേൺ ചെയ്തു, സ്റ്റോക്ക് ഉണ്ട്, ഓപ്പണിംഗ് സ്റ്റോക്കായി, ക്ലോസിങ് സ്റ്റോക്കായി, നമുക്ക് മൊത്തത്തിലുള്ള ലാഭവും കിട്ടി. ഇനി നമ്മൾക്ക് അടുത്ത ക്ലാസ്സിൽ നെറ്റ് പ്രോഫിറ്റ് എന്തുവാണ്, ഏതൊക്കെ എക്സ്പെൻസുകൾ കുറച്ചാലും ഏതൊക്കെ ഇൻകം കൂടി ഈ ഗ്രോസ് പ്രോഫിറ്റിനോട് കൂട്ടിയാലും നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കിട്ടും എന്ന് പഠിക്കാം. പിന്നെ അതിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഒരു പ്രസ്താവന, ഒരു ബാലൻസ് ഷീറ്റ് എന്ന് അപ്പുറവും ഇപ്പുറവും ടാലിയായി സമയത്ത് ഈക്കലാക്കുന്ന ഒരു ബാലൻസ് ഷീറ്റൂടെ വരച്ച് പഠിക്കും. ഓരോന്നിൻ്റെ ഓരോ ഹെഡും ടാലിക്കകത്ത് എങ്ങനെ ഹെഡ് വരുന്നതും ഞാൻ പറഞ്ഞുതരാം. അതിനുള്ള ഫോമുകളും ഞാൻ ഈ യൂട്യൂബിനകത്ത് പ്രത്യേകം കാണിച്ച് ഇട്ട് തരുന്നു. ഇനി ഇതുകൂടാതെ വേറെ ക്ലാസ്സുകളിൽ ഞാൻ ബോർഡിൽ വരച്ച് കണക്ക് ചെയ്ത് കാണിക്കുന്നതായിരിക്കും. ഈ ക്ലാസ് കഴിഞ്ഞാൽ ഉടൻ തന്നെ ബികോമിൻ്റെ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എങ്ങനെയാണ് വരയ്ക്കുന്നത്, എങ്ങനെയാണ് ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നത്, അതിന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ, അങ്ങനെ ഡിവിഡൻറ്റിൻ്റെ ഒക്കെ കാൽക്കുലേഷനും എല്ലാം ബികോംകാരുടെ ചാപ്റ്ററൂടെ ഈ +2ൻ്റെ ബേസിക് കഴിഞ്ഞാൽ ഉടനെ പ്രോഫിറ്റ് ആൻഡ് ലോസും കൂടെ ബാലൻസ് ഷീറ്റും കൂടെ ഈ ക്ലാസ്സിൽ ചേർക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ക്ലാസ്സുകളും അതുപോലെ ബന്ധപ്പെടുന്ന ക്ലാസ്സുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ബികോമിൻ്റെയും കൂടെ ക്ലാസ്സുകളെ ഞാൻ എടുത്തു തരാനാണ് ആഗ്രഹിക്കുന്നത്. +2ൻ്റെ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും ബികോമിൻ്റെ എല്ലാം കൂടെ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് കൊണ്ട് ഒരുമിച്ച് അങ്ങ് എടുത്തു തീർക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാവരും എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ പുതിയതായിട്ടൊരു ചാനൽ തുടങ്ങിയതായതുകൊണ്ട് എനിക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളെ ചെയ്തു തരണം. മറക്കാതെ അത് ചെയ്യണം. എൻ്റെ ക്ലാസ് എല്ലാവരും കേൾക്കണം. അടുത്ത ദിവസം ഞാൻ അടുത്ത ബാക്കി ഭാഗം നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതായിരിക്കും. താങ്ക് യു.